നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവാചക സ്മരണയിൽ ഇന്ന് നബിദിനം. ജില്ലയിലെ വിവിധ മഹല്ലുകളുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. പതിനഞ്ചാം വർഷവും കരുതലിന്റെ ഓണക്കിറ്റ്. രാജക്കാട്ടിലെ 50 കുടുംബങ്ങൾക്ക് ഓണസമ്മാനവുമായി യുവ പൊതുപ്രവർത്തകൻ. രാജക്കാട് വെച്ച് നടന്ന ഉടുമ്പൻചോല നിയോജക മണ്ഡലം തല ഓണം ടൂറിസം വാരാഘോഷ പരിപാടികൾ സമാപിച്ചു. വെള്ളത്തുവൽ സ്വദേശിനിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾക്ക് 5 വർഷം തടവും 40,000 രൂപ പിഴയും ശിക്ഷ. വിശദമായ വാർത്തകളിലേക്ക്. മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായി ചെറുതോണിയിൽ നബിദിന ഘോഷയാത്രയ്ക്ക് സ്വീകരണം. വാഴത്തോപ്പ് അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമുയർത്തി അഖില കേരള അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്രയ്ക്ക് ചെറുതോണിയിൽ സ്വീകരണം നൽകി. കഴിഞ്ഞ 10 വർഷമായി നബിദിന ഘോഷയാത്രയ്ക്ക് അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി വരുന്നുണ്ട്. അതേസമയം മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് അയ്യപ്പ ഭക്തരുടെ ഘോഷയാത്ര ചെറുതോണി ടൗണിൽ എത്തുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തിലും മധുര പലഹാരങ്ങൾ നൽകി സ്വീകരണം നൽകാറുണ്ട്. വർഷങ്ങളായി തുടരുന്ന ഈ പരസ്പര സ്നേഹവും സാഹോദര്യവും ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെ മതസൗഹാർദ്ദത്തിന്റെ മികച്ച മാതൃകയായി മാറിയിരിക്കുകയാണ്. അഖില കേരള അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് ആനന്ദകുമാർ, രക്ഷാധികാരി പി രാജൻ, ഡോക്ടർ PC രവീന്ദ്രനാഥ്, S അജിത് കുമാർ, PK ജയൻ, യൂണിയൻ പ്രസിഡന്റ് PN സതീശൻ, അനിൽകുമാർ KS സജി, M വിശ്വംഭരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. ഇടുക്കി ജില്ലാ മതസൗഹാർദ്ദത്തിന് മാതൃകയാണെന്ന് ഇടുക്കി ചെറുതോണി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കബീർ സുഖരി പറഞ്ഞു. മാത്രം ജീവിച്ച് 63 സഹസ്രാബ്ദങ്ങൾക്ക് വലിയ പാരമ്പര്യം കൈമാറിയ മഹാനായ മുഹമ്മദ് നബിയുടെ ആ പാരമ്പര്യം ഏറ്റെടുത്തുകൊണ്ടാണ്, ആ സ്നേഹവും സൗഹാർദ്ദവും ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ ഈ ഊഷ്മളമായ വരവേൽപ്പ് നൽകുന്നത്. നന്ദി, 1000 നന്ദി ഇടുക്കി ചെറുതോണി നിവാസികൾക്ക് വേണ്ടി, ഈ നാടിനു വേണ്ടി, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും. ചീഫ് ഇമാം ഖാലിദ് ഉബൈസ, KHM യൂസഫ് മൗലവി, അബ്ദുറഹ്മാൻ, ചെറുതോണി മുഖ്യദീൻ ജുമാ മസ്ജിദ് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. മതത്തിന്റെ പേരിലുള്ള വേർതിരിവുകൾക്കപ്പുറം പരസ്പര ആഘോഷങ്ങളിൽ പങ്കുചേരുകയും സ്നേഹവും സൗഹാർദ്ദവും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ചെറുതോണിയിലെ ഈ കൂട്ടായ്മ നാടിന്റെ ഐക്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ശ്രദ്ധേയമായ മാതൃകയാണ്. സിറ്റി വിഷൻ ഇടുക്കി. പ്രവാചക സ്മരണയിൽ ഇന്ന് നബിദിനം. അടിമാലിയിൽ വിവിധ മഹല്ലുകളുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നബിദിനം ആഘോഷ നിറവിൽ. പുലർച്ചെ മുതൽ മഹല്ലുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് പ്രവാചക പ്രകീർത്തന മൗലിദ് പാരായണം നടന്നു. കൂടാതെ വിപുലമായ ആഘോഷ പരിപാടികളും അടിമാലിയിൽ നടന്നു. അടിമാലി ജുമാ മസ്ജിദിന്റെയും കരിങ്കുളം മന്നാങ്കാല പള്ളികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അടിമാലിയിൽ നബിദിന റാലി സംഘടിപ്പിച്ചത്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ വൻ ജനാവലിയാണ് റാലിയിൽ അണിനിരുന്നത്. ആഘോഷത്തോടനുബന്ധിച്ച് കുട്ടികളുടെ നേതൃത്വത്തിൽ മനോഹരമായ ദഫ്മുട്ടും നടന്നു. ആഘോഷത്തോടനുബന്ധിച്ച് അന്നദാനവും നടന്നു. 1ാം ജന്മദിനത്തിനോടനുബന്ധിച്ച് അടിമാലി മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വമ്പിച്ച നബിദിന റാലിയാണ് ഇതോടെ നടന്നു കഴിഞ്ഞത്. ലോകത്തിന്റെ മുന്നിൽ സത്യവും സമാധാനവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്നതിലാണ് യഥാർത്ഥ വിജയമെന്ന് ലോകത്തിനെ പഠിപ്പിച്ച ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർശനങ്ങൾ ലാളിത്യവും നീതിബോധവും കൊണ്ട് മാതൃകയായ പ്രവാചകന്റെ ജീവിതം സന്ദേശമായി ഉൾക്കൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികൾ നബിദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. സിറ്റി വിഷൻ അടിമാലി. 15ാം വർഷവും കരുതലിന്റെ ഓണക്കിറ്റ്. രാജക്കാട്ടിലെ 50 കുടുംബങ്ങൾക്ക് ഓണസമ്മാനവുമായി യുവ പൊതുപ്രവർത്തകൻ. ഓണം ആഘോഷങ്ങളുടെ നിറവും സമൃദ്ധിയും എല്ലാവരുടെയും വീടുകളിലെത്തുമ്പോൾ അതിന്റെ സന്തോഷത്തിൽ ഒരു പങ്ക് അർഹരായവർക്കായി മാറ്റിവെക്കുകയാണ് രാജക്കാട്ടിലെ യുവ പൊതുപ്രവർത്തകൻ. തുടർച്ചയായ 15ാം വർഷവും നിർധന കുടുംബങ്ങൾക്കും കിടപ്പ് രോഗികൾക്കും ഓണക്കിറ്റ് എത്തിച്ചു നൽകി മാതൃകയാവുകയാണ് രാജക്കാട് ഗ്രാമപഞ്ചായത്ത് ടൗൺ വാർഡ് അംഗവും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ജോഷി കന്യാകുഴി.
ഉത്രാട ദിനത്തിൽ രാജാക്കാട്ടിലെ 50ഓളം കുടുംബങ്ങളിലേക്കാണ് ജോഷി കന്യാക്കുഴി ഓണക്കിറ്റുകളുമായി എത്തിയത്. 15 വർഷം മുമ്പ് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ 13 വീടുകളിൽ നിന്ന് ആരംഭിച്ച സേവന പ്രവർത്തനമാണ് ഇന്ന് 50ഓളം കുടുംബങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നത്. ഓണം വരുമ്പോൾ ആഘോഷത്തിന്റെ തിരക്കുകൾക്കിടയിലും ഈ വീടുകളെ ജോഷി മറക്കാറില്ല. വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും വ്യക്തികളും നൽകുന്ന സാധനങ്ങൾ സമാഹരിച്ച് ഓണക്കിറ്റുകളാക്കി മാറ്റിയാണ് വീടുകളിൽ എത്തിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളും നിത്യോപയോഗ സാധനങ്ങളും ഉൾപ്പെടെ കിറ്റിനൊപ്പം ഇത്തവണ ഓണക്കോടിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 15 വർഷം മുമ്പ് കേവലം 13 കുടുംബങ്ങളിലേക്ക് നടത്തിയ ചെറിയൊരു സഹായത്തിൽ നിന്നാണ് ഈ സേവനത്തിന് തുടക്കമായത്. വർഷങ്ങൾ പിന്നിടുമ്പോൾ സഹായം ലഭിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. ഇത്തവണ നിർധന കുടുംബങ്ങൾക്കും കിടപ്പ് രോഗികൾക്കുമായി 50ഓളം ഓണക്കിറ്റുകളാണ് ഒരുക്കിയത്. ഓണത്തിന്റെ ആഘോഷ പകിട്ടിനേക്കാൾ വലുതാണ് മറ്റൊരാളുടെ വീട്ടിൽ പകരുന്ന സന്തോഷം എന്ന സന്ദേശമാണ് ജോഷിയുടെ പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും കിടപ്പിലായ രോഗികൾക്കും ഓണത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ജോഷി കന്യാക്കുഴി പറയുന്നു. നിർധനരും കിടപ്പ് രോഗികളും ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഞങ്ങൾ കിറ്റുകൾ ഏൽപ്പിക്കുന്നുണ്ട്. ഓണത്തിന് ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം എന്ന നിലയിൽ ഒരു ഓണക്കിറ്റും ഒരു ഓണക്കോടിയുമായിട്ടാണ് ഞങ്ങൾ ഈ വർഷം 50-ൽ പരം ആളുകൾക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ സാധാരണക്കാരായ ആളുകളെ കണ്ടെത്തി അവർക്ക് എത്തിക്കുമ്പോൾ ഈ നാട്ടിലെ നല്ല മനസ്സുകളായ ആളുകളുടെയും വ്യാപാരികളുടെയും ഒക്കെ കയ്യിൽ നിന്നും പണങ്ങൾ ശേഖരിച്ചും ഗിഫ്റ്റുകൾ മേടിച്ചുമാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ കൊണ്ട് എത്തിക്കുന്നത്. കോവിഡ് കാലത്തും പ്രളയകാലത്തും ജോഷി നടത്തിയ വിവിധ സേവന പ്രവർത്തനങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു. ദുരിതകാലങ്ങളിൽ കൈത്താങ്ങായ അതേ മനസ്സോടെയാണ് ഓരോ ഓണക്കാലത്തും നിർധന കുടുംബങ്ങളുടെ വീടുകളിലും ജോഷി എത്തുന്നത്. ഓണം ഒരാഘോഷം മാത്രമല്ല, കരുതലും പങ്കുവയ്ക്കലുമാണെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഇത്തവണയും ഓണക്കിറ്റ് വിതരണം നടത്തിയത്. വരും വർഷങ്ങളിലും കൂടുതൽ ആളുകളിലേക്ക് സേവനം വ്യാപിപ്പിക്കണമെന്നതാണ് ജോഷിയുടെ ആഗ്രഹം. ഓണക്കിറ്റുകളുടെ വിതരണത്തിൽ പൊതുപ്രവർത്തകരായ തങ്കച്ചൻ പുളിക്കൽ, ജോയി തമ്പുഴ, ബെന്നി തടത്തിൽ എന്നിവരും പങ്കാളികളായി. വർഷങ്ങൾ പിന്നിട്ടിട്ടും മുടങ്ങാത്ത ഈ കരുതൽ രാജാക്കാട്ടിലെ 50ഓളം കുടുംബങ്ങൾക്ക് ഇത്തവണയും ഓണം പകരുന്നത് ഭക്ഷണത്തിനൊപ്പം സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും മധുരമാണ്. സിറ്റി വിഷൻ, രാജാക്കാട്. PK ജയന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഓണസമ്മാനങ്ങൾ എത്തിച്ചു നൽകി. ഇടുക്കി ഡാമിൽ നിന്ന് മത്സ്യം പിടിച്ച് ഉപജീവനം നടത്തുന്ന ആദിവാസി സമൂഹത്തിൽപ്പെട്ട തൊഴിലാളികൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. PK ജയന്റെ നേതൃത്വത്തിൽ ഇക്കുറിയും ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്തു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഓണം, ക്രിസ്തുമസ് ഉൾപ്പെടെയുള്ള പ്രധാന ആഘോഷ ദിനങ്ങളിലെല്ലാം PK ജയന്റെ നേതൃത്വത്തിൽ ആദിവാസി ഉന്നതി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഭക്ഷ്യധാന്യങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്യാറ് പതിവുണ്ട്. സ്കൂൾ തുറക്കുന്ന വേളകളിൽ കൊച്ചുകുട്ടികൾക്ക് ബാഗുകളും പഠനോപകരണങ്ങളും നൽകുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ KP ജയൻ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കുറി പാറേമാവ് കൊലുമ്പൻ കോളനി നിവാസികളായ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. സഹ്യസാനു ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ മത്സ്യാരണ്യകം മത്സ്യവില്പനശാലയുടെ മുൻപിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. ഇടുക്കി വൈൽഡ് ലൈഫ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സുധീഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വരും വർഷങ്ങളിൽ കൂടുതൽ സമ്മാനങ്ങൾ ഇവർക്ക് എത്തിച്ചു നൽകുവാൻ ആഗ്രഹിക്കുന്നതായി PK ജയൻ പറഞ്ഞു. കോളേജുകളിലും നമ്മുടെ ആദിവാസി ഉന്നതിയിലെല്ലാം നമ്മൾ ഓണക്കിറ്റുകളായിട്ട് നമ്മൾ എത്താറുണ്ട്. ഞാനും നമ്മുടെ സഹപ്രവർത്തകരും എല്ലാം എത്താറുണ്ട്. ഈ വർഷവും നമ്മൾ വാഴത്തോപ്പ് പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വിവിധ കോളനിയിൽ നമ്മൾ ഭവനങ്ങളിലെല്ലാം ഓണക്കിറ്റുകൾ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ SJ മെഡിക്കൽസ്, ജെയിൻ അഗസ്റ്റിൻ ആണ് ഇന്ന് ഇവിടുത്തെ ഈ ഓണക്കിറ്റ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതേപോലെ വിവിധ സ്ഥലങ്ങളിൽ വിവിധങ്ങളായ ആൾക്കാർ, നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെയാണ് എല്ലാ വർഷവും സ്പോൺസർ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ഫോറസ്റ്റിൻ്റെ, വനം വകുപ്പിൻ്റെ മത്സ്യ വല കിട്ടുന്ന, നമ്മുടെ ഇടുക്കി ഡാമിൽ വല കിട്ടുന്ന നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഞങ്ങൾ ഒരുമിച്ച് ജനിച്ചു വളർന്ന ഒരു നാട്ടിലെ ആൾക്കാരാണ്. ഇവർക്കൊപ്പമാണ് ഇന്നത്തെ നമ്മുടെ ഓണക്കിറ്റ് വിതരണം ചെയ്തുകൊണ്ടുള്ള ഓണാഘോഷം നമ്മൾ ഇന്ന് ഇവിടെ കൂടുന്നത്. ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ജെയിൻ അഗസ്റ്റിൻ സ്പോൺസർ ചെയ്ത ഭക്ഷ്യക്കിറ്റുകളാണ് വിതരണം ചെയ്തത്. പോലീസ് ഉദ്യോഗസ്ഥരായ ജെയ്സൺ ജോസഫ്, ദിൽജിത് കുമാർ, ജിനു ആർ, പൊതുപ്രവർത്തകനായ അജയ്കുമാർ, ബിനു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. വാശിയേറിയ വടംവലി മത്സരത്തോടും DJ പരിപാടിയോടും കൂടി രാജാക്കാട് വെച്ച് നടന്ന ഉടുമ്പൻചോല നിയോജക മണ്ഡലം തല ഓണം ടൂറിസം വാരാഘോഷ പരിപാടികൾ സമാപിച്ചു. അഡ്വക്കേറ്റ് സേനാപതി വേണു MLA വടംവലി മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട് നമ്മുടെ ടൂറിസം എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന സർക്കാരും DTPCയും രാജാക്കാട് പഞ്ചായത്തും ചേർന്ന് ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഉടുമ്പൻചോല നിയോജക മണ്ഡലം തല ആഘോഷത്തിന് രാജാക്കാട് സമാപനമായി.
സമാപന ദിവസം അത്തപ്പൂക്കള മത്സരം, കലം തല്ലിപ്പൊട്ടിക്കൽ, സൈക്കിൾ സ്ലോ റേസ്, ബൈക്ക് സ്ലോ റേസ്, അഖില കേരള വടംവലി മത്സരം എന്നിവ നടത്തി. രാവിലെ മുതൽ കനത്ത മഴയായിരുന്നു മേഖലയിലെങ്കിലും വടംവലി, DJ എന്നിവ കാണാനായി നിരവധി കാണികൾ എത്തിയിരുന്നു. അന്തരീക്ഷം തെളിഞ്ഞ സമയത്ത് ഇടുക്കി ടഗ് ഓർ വാർ അസോസിയേഷൻ ഭാരവാഹികൾ വളരെ കുറച്ച് സമയം കൊണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി. കൊണ്ടോട്ടി സെവൻസ് ടീം 1-ാം സ്ഥാനവും പൂമാങ്കണ്ടം സെവൻസ് ടീം 2-ാം സ്ഥാനവും നേടി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സാംസ്കാരിക സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ കിങ്ങിണി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സേനാപതി വേണു MLA ഉദ്ഘാടനം നിർവഹിച്ചു. രാജാക്കാട് ഇത് നടത്താനുള്ള തീരുമാനം 2 കാരണമുണ്ട്. ഒന്ന്, മൂന്നാറിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകൾ, വയസ്സമ്മാലി കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്ത് രാജാക്കാട് പഞ്ചായത്താണ്. നമുക്കറിയാം, മൂന്നാർ ഇപ്പോൾ ടൂറിസ്റ്റുകളെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീർപ്പുമുട്ടുകയാണ്. മൂന്നാറിന് താങ്ങാവുന്നതിലധികം ടൂറിസ്റ്റുകൾ അവിടെ എത്തുന്നു. റോഡുകൾ പരിമിതം, റിസോർട്ടുകളുടെയും അതോടൊപ്പം തന്നെ ഹോം സ്റ്റേകളുടെയും ഒക്കെ എണ്ണം ലിമിറ്റഡായി. വരുന്ന ടൂറിസ്റ്റുകൾക്ക് സൗകര്യപ്രദമായി അവിടെ സഞ്ചരിക്കാനുള്ള സ്ഥലമില്ല, താമസിക്കാനുള്ള ഇടമില്ല എന്നുള്ളത്. അപ്പോൾ മൂന്നാർ അതിൻ്റെ വികസനത്തിൻ്റെ പാരമ്യതയിലെത്തി. ഇനി മൂന്നാറിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം മൂന്നാറിൻ്റെ പേരിൽ ഇപ്പോൾ ആളുകൾ താമസിക്കുന്നത് 2-ാം മൈലിലും ആനച്ചാലിലും ഒക്കെയാണ്. ആളുകൾ വന്ന് കുഞ്ചിത്തണ്ണിയിൽ വരെ താമസമാണ്. ജനറൽ കൺവീനർ ബെന്നി പാലക്കാട്ട് സ്വാഗതവും ബിബിൻ സി അഗസ്റ്റിൻ നന്ദിയും അർപ്പിച്ചു. DTPC സെക്രട്ടറി ജിതീഷ് ജോസ്, കൺവീനർ VS ബിജു, IMTA പ്രസിഡന്റ് ജെയിംസ് തെങ്ങുംകുടി, KHRA പ്രസിഡന്റ് KM ജോർലി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, റിസോർട്ട് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് എറണാകുളം സിട്രിസ് മ്യൂസിക് ഫ്യൂഷൻ ടീമിൻ്റെ DJ പരിപാടിയും നടത്തി. പോലീസ് അധികാരികളുടെ നിർദ്ദേശപ്രകാരം രാത്രി 10-ന് പരിപാടികൾ അവസാനിപ്പിച്ചു. 10 മണിയോടെ DJ അവസാനിപ്പിച്ചപ്പോൾ ചെറുപ്പക്കാരായ കാണികൾ നിരാശരായെങ്കിലും പോലീസും സംഘാടകരും ഏറെ പണിപ്പെട്ടാണ് കാണികളെ പറഞ്ഞയച്ചത്. സിറ്റി വിഷൻ, രാജാക്കാട്. വെള്ളത്തുവൽ സ്വദേശിനിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾക്ക് 5 വർഷം തടവും 40,000 രൂപ പിഴയും ശിക്ഷ. കുന്നത്തടി മങ്കുവ ഓലിക്ക സിറ്റി ഭാഗത്ത് ഒഴുകിയിൽ ഷെയ്സ്, അടിമാലി മന്നാങ്കണ്ടം, മുനിത്തണ്ട് പ്ലാച്ചേരിൽ ചന്തു എന്നറിയപ്പെടുന്ന ജയേഷ് എന്നിവരെ ഇടുക്കി 3rd അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി SS സീന 5 വർഷം തടവിനും 40,000 രൂപ വീതം പിഴയ്ക്കും ശിക്ഷ വിധിച്ചു. 2013 ഏപ്രിൽ മാസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വീട്ടിൽ കയറി കട്ടിലിൽ കിടന്നിരുന്ന സ്ത്രീയെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. അടിമാലി പോലീസ് ഇൻസ്പെക്ടറായിരുന്ന K ജനദേവനാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ഇനി നോക്കാം ബ്യൂട്ടി സ്പോട്ട്. ഓണക്കാലത്ത് മൂന്നാറിലെ തണുപ്പ് തേടി പോകുന്നവർക്കായി ഒരു വൻ സർപ്രൈസ്. ഈ ഓണം ചുവപ്പണിഞ്ഞ ആപ്പിൾ തോട്ടങ്ങളിൽ ആഘോഷിച്ചാലോ? കേരളത്തിന്റെ സ്വന്തം ആപ്പിൾ ഗ്രാമമായ കാന്തല്ലൂർ ഇപ്പോൾ പഴുത്തു തുടുത്ത ആപ്പിളുകൾ സമൃദ്ധമാണ്. മരങ്ങളിൽ നിന്ന് നേരിട്ട് പറിച്ചു കഴിക്കാവുന്ന മധുരമൂറുന്ന ആപ്പിൾ വസന്തം കാണാൻ കാന്തല്ലൂരിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. പൂത്തുലയുന്ന നീലക്കുറിഞ്ഞി വസന്തം കാണാൻ മൂന്നാറിലേക്ക് പോകുന്നവർക്ക് ഈ ഓണക്കാലത്ത് വഴിതിരിച്ചുവിടാം കേരളത്തിന്റെ സ്വന്തം ആപ്പിൾ ഗ്രാമമായ കാന്തല്ലൂരിലേക്ക്. പഴുത്തു തുടുത്ത ആപ്പിൾ മരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നയന മനോഹരമായ കാഴ്ചയും തോട്ടത്തിൽ നിന്ന് നേരിട്ട് പറിച്ചു കഴിക്കാവുന്ന മധുരവുമാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന ഏക പ്രദേശമായ കാന്തല്ലൂരിൽ ഇപ്പോൾ വിളവെടുപ്പിന്റെ ഉത്സവകാലമാണ്. മറയൂർ മലനിരകളിലെ തണുത്ത കാലാവസ്ഥയും ഫലഭൂയിഷ്ടമായ മണ്ണുമാണ് ഇവിടെ ആപ്പിൾ കൃഷിക്ക് അനുയോജ്യമായത്. 15 വർഷം മുമ്പ് ആരംഭിച്ച ദീർഘവീക്ഷണത്തോടെയുള്ള പരീക്ഷണങ്ങളാണ് ഇന്ന് കാന്തല്ലൂരിനെ ദക്ഷിണേന്ത്യയിലെ അപൂർവ ഫാം ടൂറിസം കേന്ദ്രമാക്കി മാറ്റിയത്. അധികം മഞ്ഞുവീഴ്ച ആവശ്യമില്ലാത്ത HRMN 19 ട്രോപ്പിക്കൽ ബ്യൂട്ടി, ട്രോപ്പിക്കൽ റെഡ് ഡിലീഷ്യസ്,
എന്നീ മികച്ച ട്രോപ്പിക്കൽ ഇനങ്ങളാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. രാസവളങ്ങളോ വിഷകീടനാശിനികളോ ഉപയോഗിക്കാതെ പൂർണ്ണമായും ജൈവവളങ്ങൾ മാത്രമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ രുചിയിലും ഗുണനിലവാരത്തിലും ഇവിടുത്തെ ആപ്പിളുകൾ വിപണിയിലെ മറ്റ് ആപ്പിളുകളെക്കാൾ ബഹുദൂരം മുന്നിലാണ്. ഒരു മരത്തിൽ നിന്ന് ശരാശരി 30 കിലോയോളം ആപ്പിൾ ലഭിക്കുന്നു. സെപ്റ്റംബർ പകുതിയോടെ ഈ വർഷത്തെ വിളവെടുപ്പ് പൂർണ്ണമായും അവസാനിക്കും. കാന്തല്ലൂരിലെ ചീനി ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന 3 ഏക്കർ കൃഷിയിടത്തിലാണ് ആപ്പിളുകൾ കായ്ച്ചു പാകമായി നിൽക്കുന്നത്. സഞ്ചാരികൾക്ക് തോട്ടത്തിലേക്ക് നേരിട്ടിറങ്ങി ആപ്പിൾ മരങ്ങൾ കാണാനും കർഷകരിൽ നിന്ന് നേരിട്ട് പഴുത്ത ആപ്പിളുകൾ വാങ്ങുവാനും വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. நாங்கள் சென்னையிலேருந்து வரோம். நாங்கள் ரயில்வே பாதுகாப்பு பணியில் வந்து உதவி ஆய்வாளர் அப்புறம் இன்ஸ்பெக்டர் எல்லாம் ரிட்டையர்ட் ஓய்வு பெற்று ஃப்ரீ டைமில் இவ்வளோ நாள் கஷ்டப்பட்டதுக்கு சீனரிஸ்லாம் பார்க்கலான்னு சொல்லிட்டு காந்தலூர் வந்தோம். காந்தலூர் அருமையாக இருக்குது. மூணாரை விட காந்தலூர் நல்லா இருக்குது. இந்த ஆப்பிள் தோட்டமும் நல்லா மெயின்டைன் பண்ணுறீங்க. ஆப்பிள் தோட்டம் நல்லா இருக்குது, நல்லா மெயின்டைன் பண்ணுறீங்க. കേരളത്തിലെ മറ്റ് കാർഷിക ഗ്രാമങ്ങൾക്ക് അവകാശപ്പെടാനില്ലാത്ത ഫാം ടൂറിസം അനുഭവമാണ് കാന്തല്ലൂർ സമ്മാനിക്കുന്നത്. ആപ്പിളിനു പുറമെ ഓറഞ്ച്, പ്ലംസ്, ഫാഷൻ ഫ്രൂട്ട്, സബർജല്ലി, സ്ട്രോബെറി തുടങ്ങിയ അപൂർവ ഫലവൃക്ഷങ്ങളും ഇവിടുത്തെ കൃഷിയിടങ്ങളെ സമ്പന്നമാക്കുന്നു. പ്രതികൂല കാലാവസ്ഥയും മഴയിലെ വ്യതിയാനങ്ങളും ഇത്തവണ കൃഷിയെ ഭാഗികമായി ബാധിച്ചിരുന്നെങ്കിലും ആപ്പിളുകളുടെ രുചിയിലോ മധുരത്തിലോ യാതൊരു കുറവുമില്ലെന്ന് കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. ദിനംപ്രതി 100 കണക്കിന് സഞ്ചാരികളാണ് കാർഷിക വിശേഷങ്ങൾ തേടിയും പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഓണ അവധിക്കാലത്ത് കുടുംബസമേതം വേറിട്ടൊരു യാത്രാനുഭവം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സഞ്ചാരിയെയും കാന്തല്ലൂരിലെ ഈ ചുവപ്പണിയിഞ്ഞ ആപ്പിൾ തോട്ടങ്ങൾ തീർച്ചയായും വിസ്മയിപ്പിക്കും. സിറ്റി വിഷൻ, മൂന്നാർ. ഇടവേള. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം, 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗുസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ്സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
വീണ്ടും വാർത്തകളിലേക്ക്. കിസാൻ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി ജില്ലാതല ഉദ്ഘാടനം വാഴത്തോപ്പിൽ നടന്നു. ADM മിനി കെ ജോൺ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയും കിസാൻ സർവീസ് സൊസൈറ്റിയും ചേർന്ന് നടപ്പിലാക്കിയിരുന്ന കിസാൻ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം വാഴത്തോപ്പിൽ നടന്നു. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കുമായി തയ്യാറാക്കിയിരിക്കുന്ന അപകട ഇൻഷുറൻസ് ആണ് കിസാൻ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി. 300 രൂപ പ്രീമിയത്തിൽ 5 ലക്ഷം രൂപയുടെ ധനസഹായം ലഭിക്കുന്നതാണ് പദ്ധതി. 2 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായവും ലഭിക്കും. കൂടാതെ അപകടം പറ്റി ജോലി ചെയ്യാനാവാത്ത സാഹചര്യത്തിൽ ആഴ്ചയിൽ 5000 രൂപ വരെ 100 ആഴ്ച വരെ ലഭിക്കും. മൃഗങ്ങളുടെ ആക്രമണമോ വാഹന അപകടമോ തുടങ്ങിയ ഏതുവിധമുള്ള അപകടത്തിനും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. കിസാൻ സർവീസ് സൊസൈറ്റി വാഴത്തോപ്പ് യൂണിറ്റ് വാർഷിക പൊതുയോഗത്തിൽ കിസാൻ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം ഇടുക്കി ADM മിനി കെ ജോൺ നിർവഹിച്ചു. വന്യമൃഗം എന്നൊന്നും പറയണ്ട, നമ്മുടെ കൂട്ടുകാരായിട്ട് നേരത്തെ ഇരുന്ന മൃഗങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ കയറി ആക്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിപ്പോയി. നമ്മൾ പ്രകൃതിയുമായിട്ട് സ്നേഹമുണ്ട്. അപ്പോൾ സ്നേഹം നിസ്സാരം പുഴു പോലും നമ്മുടെ ശത്രുവായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഞാനിങ്ങനെ പുറത്തൊക്കെ പറയുമ്പോൾ വാഴത്തോപ്പിലും പന്നിയോ ഒരു വാഴത്തോപ്പിലും എന്താണ് നമ്മുടെ തോട്ടപ്പുഴുവോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇത് ആയിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള അപകടങ്ങളും മറ്റ് കൃഷിനാശങ്ങളും വാർഷിക പൊതുയോഗം കിസാൻ സർവീസ് സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ് PA ജോൺ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ടിൻഡു സുഭാഷ് അധ്യക്ഷത വഹിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിലെ മികച്ച കർഷകരായി തെരഞ്ഞെടുക്കപ്പെട്ട സൊസൈറ്റി അംഗങ്ങളെ ആദരിച്ചു. KSS ജില്ലാ സെക്രട്ടറി P പ്രശാന്ത്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി സെലിൻ വിൽസൺ, ബാബു ചോറ്റാനിയിൽ, PD ജോസഫ്, കുര്യൻ കളപ്പുരയ്ക്കൽ, ബിജു കലയത്തിനാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. തോപ്രാംകുടി യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ക്ലബിന്റെ പുതിയ ഓഫീസ് റൂമിന്റെ ഉദ്ഘാടനവും 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കുടുംബ സംഗമവും നടത്തി. യങ് മൈൻഡ്സ് ഇന്ത്യ ഏരിയ റീജിയണൽ ചെയർ ഇലക്ട് KP പോൾ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവർക്കും രോഗികൾക്കും നിർധനർക്കും നിരാലംബർക്കും എന്നും താങ്ങും തണലുമായി പ്രവർത്തിക്കുക എന്നതാണ് യങ് മൈൻഡ്സ് ക്ലബിന്റെ ലക്ഷ്യം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ കുടുംബ കൂട്ടായ്മയുടെ തോപ്രാംകുടി ക്ലബിന്റെ പുതിയ ഓഫീസ് റൂമിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കുടുംബ സംഗമവും പുതിയ അംഗങ്ങളെ ചേർക്കൽ ചടങ്ങുമാണ് നടത്തിയത്. YMI ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ യങ് മൈൻഡ്സ് ഇന്ത്യ റീജിയണൽ ചെയർ ഇലക്ട് KP പോൾ ഉദ്ഘാടനം ചെയ്തു. കൊടുത്തുകൊണ്ട് ബാക്കി വരുന്ന തുകകൾ ക്ലബ്ബ് തലത്തിലും ഡിസ്ട്രിക്ട് തലത്തിലും റീജിയണൽ തലത്തിലും ഏരിയ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലും സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന സഹായഹസ്തങ്ങൾക്ക് കേഴുന്ന അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ് പ്രസിഡന്റ് ദീപു S കൈതാരം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബോബൻ മാത്യു, മധു മേനോൻ, KK ശിവദാസ്, AJ മാത്യു, ജില്ലാ ഗവർണർ സെബാസ്റ്റ്യൻ തോമസ് തുടങ്ങിയവർ വിവിധ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അനീഷ് ജോസ് പ്രസിഡന്റായും തോമസ് ജോസഫ് സെക്രട്ടറിയായും റെജി മാത്യു ട്രഷററായും പുതിയ ഭരണസമിതി ചുമതലയേറ്റു. സിറ്റി വിഷൻ ഇടുക്കി. ജന്മദിനത്തിൽ ഓഫീസ് തുറന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസ്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ആലടിയിലാണ് ടോണി തോമസ് ഓഫീസ് തുറന്നിരിക്കുന്നത്. ഇടുക്കി MLA റോയ് കെ പൗലോസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ ഉപ്പുതറ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ടോണി തോമസ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ആലടിയിലാണ് ഓഫീസ് തുറന്നിരിക്കുന്നത്. ടോണി തോമസിന്റെ 34ാം ജന്മദിനത്തിലാണ് ഓഫീസ് ഉദ്ഘാടനം നടത്തിയത്. ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ഓഫീസ് തുറന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ ആദ്യ ഓഫീസ് എന്ന റെക്കോർഡും ടോണിക്ക് സ്വന്തമായി മാറി. ഇടുക്കി MLA റോയ് കെ പൗലോസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉള്ള യാഥാർത്ഥ്യങ്ങളെക്കാൾ അത് വളരെ പെരുപ്പിച്ച് കാണിക്കുന്നതിനും ഉള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടായി. അതൊക്കെ സ്വാഭാവികമായിട്ടും ആളുകളുടെ വലിയ ഭയപ്പാടുണ്ടായി. പക്ഷെ അന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്, കേരളം ഭരിച്ചിരുന്ന ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഈ ജില്ലയിൽ പ്രത്യേകിച്ച് ഉദ്ഘാടന യോഗത്തിൽ വെച്ച് ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങളുടെ ലോഗോ ജനപ്രതിനിധികൾ ചേർന്ന് പ്രകാശനം ചെയ്തു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസ് അധ്യക്ഷത വഹിച്ചു. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയമ്മ ജോസഫ് സ്വാഗതം ആശംസിച്ചു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, പാർട്ടി മണ്ഡലം, ബ്ലോക്ക്, ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഉപ്പുതറ. കുരുമുളക് തൈ വിതരണം നടത്തി. ലോണ്ടറി കുരുമുളക് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർക്കായി എത്തിച്ച കുരുമുളക് തൈ വിതരണം നടത്തി. പീരിമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലോണ്ടറി കുരുമുളക് സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാൽവി S അധ്യക്ഷനായി.
ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ, വൈസ് പ്രസിഡന്റ് രമണി രൂപേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓമന സോദരൻ, പഞ്ചായത്ത് അംഗങ്ങളായ വിജിമോൾ, ശിവൻകുട്ടി, ജി രാജരത്നം, ജോളി എന്നിവർ പ്രസംഗിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 15,010 രൂപ, പവന് 12,080 രൂപ, വെള്ളി ഗ്രാമിന് 265 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാചക സ്മരണയിൽ ഇന്ന് നബിദിനം. ജില്ലയിലെ വിവിധ മഹല്ലുകളുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. പതിനഞ്ചാം വർഷവും കരുതലിന്റെ ഓണക്കിറ്റ്. രാജക്കാട്ടിലെ 50 കുടുംബങ്ങൾക്ക് ഓണസമ്മാനവുമായി യുവ പൊതുപ്രവർത്തകൻ. രാജക്കാട് വെച്ച് നടന്ന ഉടുമ്പൻചോല നിയോജക മണ്ഡലം തല ഓണം ടൂറിസം വാരാഘോഷ പരിപാടികൾ സമാപിച്ചു. വെള്ളത്തുവൽ സ്വദേശിനിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾക്ക് 5 വർഷം തടവും 40,000 രൂപ പിഴയും ശിക്ഷ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.